നമുക്കിവിടെ സ്പേസ് കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ല 6.5 സെന്റിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അവിടെ മതിലിന്റെ ഉള്ളില് നമ്മുടെ വീട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഗേറ്റിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് എങ്ങനെ ഗേറ്റ് പണിയാം, സ്ഥലം പോവാത്ത, കാരണം പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റില്ല, പുറത്ത് വഴിയാണ്. പിന്നെ നമുക്ക് ആകെ ഇവിടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ ഫുള്ള് റോൾ ചെയ്യണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് സംഭവം സിസ്റ്റം വെച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോ കൈകൊണ്ട് തള്ളി തുറക്കണം. ഇനി പിന്നീട് ഓട്ടോമാറ്റിക് മോട്ടറൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് റിമോട്ടിൽ തന്നെ ഗേറ്റ് തുറക്കാൻ പറ്റും. അത് ഞാൻ ചെയ്തിട്ടില്ല, ഇനിയിപ്പോ ചെയ്യണം. അങ്ങനെ അപ്പോൾ ഈ വീട്ടിൽ ആദ്യം കയറിയ ഒരു അതിഥിയാണ് കിയ സെൽറ്റോസ്. നമ്മൾ പുതിയ വണ്ടിയാണ്. എല്ലാവരും ഇതും കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ വണ്ടി എടുത്തതും വീട് പണിതും എല്ലാം ഏറെ തന്നെയായിരുന്നു. അപ്പൊ ഇതും എല്ലാവർക്കും അറിയാം വണ്ടി എടുത്ത കാര്യം. അപ്പോൾ അങ്ങനെ സെൽറ്റോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ആദ്യമായിട്ട് കയറിയ അതിഥി വേണമെങ്കിൽ സെൽറ്റോസ് ആണെന്ന് പറയാം. അങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ച് ഫൈനലി ഫിക്സ് ചെയ്തൊരു വണ്ടിയാണ് സെൽറ്റോസ് കേട്ടോ. അങ്ങനെ പടിപ്പുര, നിങ്ങൾ പടിപ്പുരയിൽ കൂടെ വാ, ഞാൻ അങ്ങനെ തുറന്നുതരാം. ഹൈ ഗൈസ്, അങ്ങനെ വെൽക്കം ടു ശ്രുതിലയം. ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ നമ്മൾ ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസം ഊട്ടി അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു എന്താ പറയാ ലോക്കൊക്കെ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ പടിപ്പുരനോട് ഒരു മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു. കയറി വരുമ്പോൾ തന്നെ നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് മണി പ്ലാന്റ്സ്. രണ്ട് സൈഡും, ഗേറ്റിന്റെ രണ്ട് സൈഡും നമ്മളിങ്ങനെ മണി പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയയാണിത്. ചെടികളൊക്കെ കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും നല്ലൊരു ഗാർഡനിങ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഫംഗ്ഷന് വന്ന എല്ലാവരും തന്നെ ഇതും നോട്ട് ചെയ്തു. എന്നോട് കുറെ പേര് അഭിപ്രായം പറഞ്ഞു. ഗാർഡൻ റൂളാണ്, ഒരു ഗാർഡനിൽ പാലിക്കേണ്ട കുറച്ച് റൂൾസും കാര്യങ്ങളും. പക്ഷെ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലവും ഈ ഒരു പീസൊക്കെ വളരെ അടിപൊളിയായിട്ട് ഒരു യുണീക് പീസ് എന്ന് പറയാം. നല്ല രസമുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഈ പ്രോപ്പർട്ടി എടുത്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു കിണർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കിണർ കുഴിക്കേണ്ട വന്നില്ല. ശുദ്ധമായ തെളിവെള്ളം ആവശ്യത്തിൽ കൂടുതൽ കിട്ടാനുള്ളൊരു സോഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കിണർ നമ്മൾ ജസ്റ്റ് പെയിന്റ് അടിച്ചു. ഇതിന്റെ മീതെ നെറ്റിന്റെ ഒരു എന്താ പറയാ അടപ്പൊക്കെ വെച്ച് ഈ കിണർ നമ്മൾ സേഫ് ആക്കി. പിന്നെ കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്ത ലാൻഡ്സ്കേപ്പ്. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, പക്ഷെ അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. അന്ന് ഫംഗ്ഷൻ്റെ അന്ന് നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇതിനിടയിൽ നമുക്ക് നൈറ്റ് വ്യൂ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാത്തത്, ഇതിനിടയിൽ നമ്മൾ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ഒക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടെ ചെറിയൊരു ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിടിച്ച് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഓവറോൾ അടിപൊളി, ഭയങ്കര ഇഷ്ടമായി. ഈ ലാഡർ ഇവിടെ ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേബിൾ അല്ല, എയർടെലിന്റെ വൈഫൈയും സെറ്റ് ഓഫ് ബോക്സും കണക്ട് ചെയ്യാനൊക്കെ ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് യൂസ് ചെയ്ത് ലാഡർ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഓൺ ചെയ്ത് അങ്ങനെ. അപ്പോ ഇത് എനിക്ക് വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനപ്പുറത്ത് നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ വർക്ക് ഏരിയക്ക് ഒരു പാർട്ടീഷൻ പോലെ ഒരു സേഫ്റ്റിക്ക് ഇവിടെ നമ്മൾ ഗ്രില്ലും വെച്ചിട്ട് ഡോറൊക്കെ വെച്ച് സെറ്റ് ചെയ്തൊക്കെയാണ്. പക്ഷെ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തു. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ഫോട്ടോഷൂട്ട് കോർണറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നല്ല രസത്തിലുള്ള ഷൂട്ടുകളൊക്കെ ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റും. സോ ഇതെനിക്കൊരു ഫേവറേറ്റ് സ്ഥലം തന്നെയാണ്. അങ്ങനെ അപ്പൊ ഇത് നമുക്ക് രണ്ടുപേർക്കൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു വഴിയാട്ടോ നമുക്ക് വീടിന്റെ സൈഡിലുള്ളത്. നമ്മളിപ്പോ നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ പറമ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ടോട്ടൽ ഈ വീടിന് 1, 2, 3 ഗേറ്റ് ഉണ്ട്. പിന്നെ ആ പറമ്പിന്റെ ഗേറ്റും കൂടെ കൂട്ടണമെങ്കിൽ 4 ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയും നമ്മളൊരു ഗേറ്റ് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വീടിനെ പറ്റിയിട്ടുള്ള ഒരു ഹോം ടൂർ ഇനിയിപ്പോൾ ഞാൻ ചെയ്യലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഗേറ്റും വണ്ടിയും കിടക്കുന്ന ഒരാൾക്ക് വരാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. കാർ പോർച്ച് കറക്റ്റ് നമ്മുടെ വണ്ടിക്ക് കയറി കിടക്കാനുള്ള ഒരു സൈസിലുള്ള ഒരു കാർ പോർച്ചാണ്. ഇതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാർ പോർച്ച് കാര്യങ്ങളൊക്കെ ഡിസൈൻ ഞാൻ ഓൺലൈൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കോൺട്രാക്ടർ എൻ്റെ ഏട്ടനാണല്ലോ, അപ്പോൾ ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇത് അതുപോലെ തന്നെ നല്ല ഭംഗിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരാൾക്ക് കടന്നു പോകാനുള്ള 1, 2 പേർക്ക് നടന്നു പോകാനുള്ള ഒരു ഏരിയ ആയിട്ട് ഇത് ഈ ഒരു വഴി അത്രയും വീതിയിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ പോകുന്നത് കിച്ചന്റെ ബാക്ക് സൈഡാണ്. അത് നമുക്ക് അവിടെ നിന്ന് കാണാം. നമ്മൾ നമ്മുടെ വീടിന്റെ പുറത്തെ വ്യൂ എല്ലാം കണ്ടു. ഇനി ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. സോ വെൽക്കം ടു ശ്രുതിലയം ഗൈസ്. ഇവിടെ നമ്മൾ കുറച്ച് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല യുണീക്ക് ആയിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വാം ലൈറ്റാണ് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കളറാണ് നമ്മുടെ വീടിന്റെ മൊത്തം തീം കളർ എന്ന് പറയുകയാണെങ്കിൽ. വൈറ്റും ഈ ഒരു ആഷ് കളറുമാണ് മൊത്തത്തിലൊരു തീം കൊടുത്തത്. പിന്നെ വുഡൻ കളർ മിക്സ് അങ്ങനെ. അപ്പോൾ ഇത് ഓൾറെഡി ഡോർ ഓപ്പൺ ആയിരുന്നു ഗൈസ്. ഇത് നമ്മൾ ഫ്രണ്ട് ഡോറ് നമ്മൾ ചെയ്തിരിക്കുന്നത് തേക്കിലാണ്.
ഫ്രണ്ട് ഡോർ മാത്രമേ തേക്കിലുള്ളൂ. ഉള്ളിലുള്ളതൊക്കെ മഹാഗണി മിക്സ് ആണ്, മഹാഗണി പ്ലാവ് എന്തോ മിക്സ് ചെയ്തിട്ടാണ് ബാക്കി വുഡൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. സോ വരും. അങ്ങനെ കേറി വരുമ്പോ നമ്മളുടെ ലിവിങ് ഏരിയ ആണ് കേട്ടോ. ഇത് നമ്മളുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ഒരു സോഫ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ഇത് നമ്മുടെ അമ്മയുടെ അമ്മയാണ് കേട്ടോ, ഞങ്ങളുടെ അമ്മൂമ്മയാണ് ഗൈസ്, അമ്മയുടെ അമ്മ. ഹായ് പറ. ആൾക്ക് ചെറിയൊരു കേൾവി പ്രശ്നമുണ്ട്, സോ ഉറക്കം പറയണം, അതുകൊണ്ടാണ് ഞാൻ ഉറക്കം ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ് പോക്കി. സുഖല്ലേന്ന് ചോദിക്കി, സുഖല്ലേന്ന് ചോദിക്കി, സുഖല്ലേന്ന് ചോദിക്കി. ആ നമുക്ക് അപ്പൊ ഇതാണ് അമ്മമ്മ. അപ്പൊ നമ്മുടെ ഇത് ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. ഇതിൽ ഞാൻ ഇതുപോലെ തന്നെ കുറെ പീസസ് ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോ പർച്ചേസ് ചെയ്തിട്ട് കാർഗോ ഗേറ്റ് അയച്ചതാണ്. ഇതിലൊക്കെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സംഭവം, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ പീസും കേട്ടോ. ഇതൊക്കെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ ദുബായിലുള്ള ഡ്രാഗൺ മാർട്ട്, നമ്മുടെ പ്രവാസികൾക്ക് എല്ലാം അറിയായിരിക്കും. ഇന്റർനാഷണൽ സിറ്റിക്ക് അടുത്തുള്ള ഡ്രാഗൺ മാർട്ടിൽ, അതുപോലെ അജ്മാനുള്ള ചൈന മാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ക്യൂട്ട് പീസസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ കൂടുതൽ വാങ്ങിച്ചതാണ് ജാഗ്വർ. ഇതും ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു, ഫംഗ്ഷൻ വന്നപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത സംഭവങ്ങളൊക്കെയാണ്. ആൻഡ് പിന്നെ ഇത് നമ്മുടെ എൻ്റെ അളിയൻ ഗിഫ്റ്റ് ചെയ്ത TV ആണ്. അങ്ങനെ അപ്പൊ ഇന്നാണ് നമ്മൾ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് എടുത്തു. പിന്നെ ഈ ഒരു ലൈറ്റ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതും അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. ബാക്കി കർട്ടൻ വർക്കൊക്കെ ഇവിടെ നമുക്ക് ചെയ്തത് റെയിൻബോ കർട്ടൻസ് ആയിരുന്നു. നമ്മളിവിടെ സൈഡിൽ വർക്ക് നടക്കുമ്പോഴേ അവർ വന്ന് എന്നെ മീറ്റ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങനെ അവരുടെ വർക്ക് കൺഫേം ചെയ്ത് അങ്ങനെ റെയിൻബോ കർട്ടൻസ് ആണ് നമുക്ക് വേണ്ടി കർട്ടൻ വർക്ക് ചെയ്തത്. ഇവിടെ എനിക്കൊന്നും കൊളാബ് കിട്ടിയിട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാൻ ഇവരുടെ പേരൊക്കെ ഇവരോടുള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിൽ പറയുന്നതാണ്. എനിക്ക് ഈ വീട് പണിത് കംപ്ലീറ്റ് ആവുന്നവരെ എനിക്ക് ഇവിടെ അങ്ങനെ ഒരു കൊളാബും കിട്ടിയിട്ടൊന്നുമില്ല. എല്ലാം നമ്മൾ തന്നെ പേയ്മെന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ പീസും അവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് ഇവിടെ ഒരുപാട് ഷോക്കേസ്, ഒരുപാട് സ്റ്റോറേജും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പീസും ഞാൻ കൊണ്ടുവന്നു. ഭാഗ്യത്തിന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഫുള്ളാക്കാൻ പറ്റി. ഇനിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ബാക്കി കിടക്കുന്നുണ്ട്. സോ അങ്ങനെയാട്ടോ. ഇനി നമ്മളുടെ ഈ ഇങ്ങനത്തെ കുറെ ലൈറ്റുകൾ നമ്മൾ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ കുറച്ച് നല്ല രീതിക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടല്ലോ, ലൈക്ക് 38 lakhsന് 50 lakhsന് ഈ വീട് പണിത് തീർക്കാൻ പറ്റുന്നൊക്കെ. എനിക്കത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം എനിക്ക് ഇതിലേക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ബഡ്ജറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് വേറൊന്നുകൊണ്ടല്ല, നമ്മൾ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നു. ഇന്റീരിയറിന്റെ മാത്രമല്ല, കൺസ്ട്രക്ഷൻ ഒക്കെ നമുക്ക് ഈ പാടത്തിന്റെ സൈഡ് വീടായത് കൊണ്ട് തന്നെ നമുക്ക് ബെൽറ്റ് ഇട്ട് വേണം നമ്മുടെ ഫൗണ്ടേഷൻ വാർക്കാനും. ബാക്കി പുറകിലുള്ള മതില് അങ്ങനെ എല്ലാം ഫൗണ്ടേഷൻ വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് അങ്ങനെ തന്നെ മാറിയായിരുന്നു. കാരണം പാടം ബാക്കിലായതുകൊണ്ട് നമുക്ക് സേഫ്റ്റി നോക്കണമല്ലോ ഫ്യൂച്ചറിലേക്ക്. അങ്ങനെ നമ്മൾ നോർമലി ഉള്ള വീടുകളുടെ അടിത്തറയൊക്കെ പണിയുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടാണ് ഇതിന്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത്. സോ അതിലേക്കൊക്കെ നമുക്ക് എക്സ്പെൻസ് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഞാൻ വീട് പണിത് മാത്രമല്ല കേട്ടോ, ഈ സ്ഥലത്തിന്റെയും വീടിന്റെയും ഇന്റീരിയറിന്റെ എല്ലാത്തിന്റെയും കൂടെ റേറ്റ് ആണ് ഈ മീഡിയക്കാർ ഇപ്പൊ പിടിച്ച് തള്ളുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അതിന്റെ പുറകില് വീട് പണിതപ്പോൾ മാത്രമല്ല, എല്ലാത്തിന്റെയും കൂടെ കൂടിയിട്ടുള്ള റേറ്റ് ആണ്. അപ്പോ ഈ ഫ്രണ്ടിലുള്ള കബോർഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇതാണ് കേട്ടോ. നമുക്ക് ഷൂറാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഇന്റീരിയറിന്റെ ആൾക്കാർ എന്ന് പറയുന്നത്. കാലിക്കറ്റുള്ള പലവര ആർക്കിടെക്ട്സ്, കോഴിക്കോടുള്ള പലവര ആർക്കിടെക്ട്സ്, അവരാണ് നമുക്ക് ഇന്റീരിയർ വർക്ക് ചെയ്തു തന്നത്. സോ അവർ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്കുണ്ട്. ആൻഡ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നിങ്ങൾക്ക് റൂമിൽ കയറിയാലും കാണും, നമ്മുടെ ഇവിടെ ഒരു കബോർഡിനും ഹാൻഡിൽ ഇല്ല. കിച്ചൺ ഉൾപ്പെടെ ഒന്നിനും നമുക്ക് ഹാൻഡിൽ ഇല്ല. പകരം എല്ലാം ഇങ്ങനത്തെ സംഭവമാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് തുറന്നു വരും. ഇങ്ങനെ ഒരു പുഷിംഗ് സിസ്റ്റം ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണമെങ്കിലും അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സോ എല്ലാം അങ്ങനെയാണ്. ഇതിനൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം ഇതൊരു മോഡേൺ ഒരു സ്റ്റൈലാണ് പ്രസ് ചെയ്ത് തുറക്കുക. പക്ഷെ കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും കൈകൊണ്ട് പ്രസ് ചെയ്ത് കൈയിന്റെ ചെറിയ പാടും കൂടെ ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇത് അടുത്ത ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഏരിയയാണ് നടുമുറ്റം. ഞാൻ വീട് പണിയുമ്പോൾ ഞാൻ പണ്ടേ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് വീടിനുള്ളിൽ എന്തായാലും നടുമുറ്റം വേണം എന്നുള്ളത്. ആക്ച്വലി ആ സ്ഥലം നമ്മൾ പിന്നീട് വാങ്ങിച്ചതായിരുന്നു. ഇത് ഒരുമിച്ച് വാങ്ങിച്ച് ഒരുപാട് സ്ഥലത്തിന്റെ നടുക്കാണ് ഞാൻ വീട് പണിയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു തറവാട് പോലത്തെ നടുമുറ്റമുള്ള ഒരു ഓടിട്ട് തറവാട് പോലത്തെ വീടേ പണിയത്തുള്ളൂയിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സ്ഥലക്കുറവ് മൂലമാണ് നമുക്ക് 2 നിലയായിട്ട് പണിയേണ്ട വന്നത്. പക്ഷെ എന്നാലും എൻ്റെ ആഗ്രഹങ്ങൾ കളയാൻ പാടില്ലല്ലോ. കാരണം ഇനി എൻ്റെ ലൈഫിൽ ഒരു വീട് പണി നടക്കൂല്ലോ എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, അറിയത്തില്ല. സോ പണിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വെച്ച് പണിയാന്നുള്ളതായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ
നടുമുറ്റം ഗൈസ്. എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ഞാൻ അതൊന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെയാണ് ഈ നടുമുറ്റം നമ്മളിവിടെ വെച്ചത്. നടുമുറ്റം വരുമ്പോൾ ഇത് എന്തായാലും വേണം നിർബന്ധമായിരുന്നു ബുദ്ധ. ഞാനൊരു ബുദ്ധ ഫാനാണ്. ഇപ്പൊ ഞാൻ ചുരിദാർ ഇട്ടതുകൊണ്ടാണ്. എനിക്ക് ഇവിടെ വലിയ ബുദ്ധ ടാറ്റു ഒക്കെ ഉണ്ട്. സോ ബുദ്ധ ഫാൻ ആയതുകൊണ്ട് തന്നെ നടുമുറ്റം നടുക്ക് എനിക്ക് ബുദ്ധനെ വെക്കണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഈ ബുദ്ധനെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവസാനം മൂവാറ്റുപുഴയിലെ ക്രിസ്റ്റോ ബോട്ടിൽ ഗാർഡൻ എന്നാണ് നമ്മൾ ബുദ്ധനെ വാങ്ങിച്ചത്. ഇത് കുറെ ആൾക്കാർ ഇതിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചു. എങ്ങനെ ഇത് ഒറ്റക്കല്ലിൽ പണിത ബുദ്ധയാണ് കേട്ടോ, മുദ്രയല്ല ബുദ്ധ. ഒറ്റക്കല്ലിൽ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു പീസാണ് ഈ ബുദ്ധ. ഇതിനൊരു 30,000 ആണ് റേറ്റ്. ആ റേറ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇത് കുറെ ആൾക്കാർ ആഗ്രഹിച്ച സാധനമാണ്. സോ ആർക്കെങ്കിലും അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ക്രിസ്റ്റോ ബോട്ടിൽ ഗാർഡനിൽ ഒരു 30,000 ആണ് ഇതിന്റെ പ്രൈസ്. ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചാൽ മതി. ഇതൊന്നും കൊളാബല്ല, ഇതൊക്കെ ഞാൻ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ കുറെ ആൾക്കാർ വന്ന് എൻക്വയറി ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പൂജ യൂണിറ്റ് ഉണ്ട്. എൻ്റെ അമ്മ, നിങ്ങൾ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും കുറെ അമ്പലങ്ങളുടെ റീൽസ് ഇടുന്ന കണ്ടിട്ടില്ലേ? ആക്ച്വലി ഇത് എൻ്റെ അമ്മ ഭയങ്കര ഈശ്വരഭക്തിയാണ്. അമ്മ മാത്രമല്ല, നമ്മുടെ കുടുംബമായിട്ടെല്ലാം ഭയങ്കര ഭക്തിയുള്ളവർ തന്നെയാണ്. അപ്പോൾ അമ്മ ഞാനും ഒരുപാട് അമ്പലങ്ങളിലൊക്കെ എപ്പോഴും, നമ്മൾ വേറെ എങ്ങും ട്രിപ്പ് പോയില്ലെങ്കിലും അമ്പലം കറക്കം എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അമ്മ ഒരു ഭക്തി ആയതുകൊണ്ടായിരിക്കാം അമ്മയുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളുടെ ഈ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ കൂടുതലും ഗിഫ്റ്റ് ചെയ്തതൊക്കെ ഇങ്ങനത്തെ കുറെ ദൈവങ്ങളുടെ ഫ്രെയിംസ് ആട്ടോ. അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ആക്ച്വലി ഞങ്ങൾ ഇത് ഈ ഹൗസ് വാമിങ്ങിന്റെ 2 ദിവസം മുമ്പ് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കൃഷ്ണ വിഗ്രഹം അവിടെ നിന്ന് തന്നെ പൂജിച്ച് വാങ്ങണം നമുക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു കൃഷ്ണനെ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം ഗുരുവായൂർ പോയി വാങ്ങിച്ചു. അപ്പൊ ആക്ച്വലി ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു ദൈവത്തിന്റെ വിഗ്രഹം എന്ന് പറയാൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തപ്പോ ഇതൊന്നും അല്ല, ഇതിന്റെ 10 മടങ്ങ് ഇനി ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടെ വെച്ചിട്ട് വോള് വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം നമ്മളിവിടെ ഷെൽഫിൽ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെ എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധത്തിനാണ് ഇവിടേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്തത്. ഇത് വെച്ചാൽ ഭയങ്കര ബോറാന്ന് ചേട്ടൻ പറഞ്ഞിട്ടും എനിക്ക് വേണം എന്നുള്ളൊരു ഇഷ്ടത്തിന്റെ പേരിൽ, കാരണം നമ്മൾ പൂജ മുറിയായിട്ട് വേറെ എങ്ങും പണിതിട്ടില്ല. സോ ഇത് നമ്മളുടെ ഒരു പൂജാ യൂണിറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ കൃഷ്ണനെ അങ്ങനെ പോയി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ തന്നെ വലിയൊരു കൃഷ്ണനൊക്കെ നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടി. നമുക്കൊരു ഉരുളി, പിന്നീട് എപ്പോഴെങ്കിലും വെള്ളമൊക്കെ നിറച്ചിട്ട് താമരയ്ക്ക് ഇടാൻ പറ്റിയൊരു ഉരുളി, ഓട്ടുരുളി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് നമുക്ക് വെറൈറ്റി മീഡിയ ഹോം ടൂറിന് വന്നപ്പോൾ വെറൈറ്റി മീഡിയ ഗിഫ്റ്റ് ചെയ്ത ഒരു കൃഷ്ണനാട്ടോ. ഇത് കൃഷ്ണമയമായി മൊത്തത്തിൽ വീട്. അതുപോലെ തന്നെ ശിവൻ, പാർവതി, സോറി ഇത് കൃഷ്ണന് രാധയാണ്. അതുപോലെ ശിവൻ, ഗണപതി. പിന്നെ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ഹാൻഡ് വർക്ക് ചെയ്തതാട്ടോ. അവർ ഹാൻഡ് വർക്ക് ചെയ്ത് തന്ന ഒരു നെറ്റിപ്പട്ടാണ്, ബിഗ് വൺ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഏരിയന്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത് ഒരു പൂജ യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ മാറി. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പാരന്റ്സ് ബെഡ്റൂം ആണ് ഗൈസ്. ഇവിടെ നമ്മൾ കാര്യമായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പറഞ്ഞല്ലോ എക്സ്പെൻസിന്റെ കാര്യം. നമ്മൾ ഇന്റീരിയർ ചെയ്തപ്പോൾ നമുക്ക് ഷെൽഫുകളെല്ലാം ഇൻബിൽറ്റ് ഷെൽഫുകളാണ്. അതിൽ തന്നെ ആയിട്ടുണ്ട് നല്ല എമൗണ്ട് ഒക്കെ. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഇതുണ്ടോ, ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഗിഫ്റ്റ് കിട്ടിയതൊക്കെ. അങ്ങനെ ഇത് 3 ഡോറിന്റെ ഒരു വലിയ സ്പേസ് ഉള്ള സ്റ്റോറേജ് ഉള്ള ഷെൽഫ്. അതുകൂടാതെ ഇവിടെ അമ്മയ്ക്കൊക്കെ ഇരുന്നിങ്ങനെ, അവർ മേക്കപ്പ് ചെയ്യലൊന്നുമില്ല എങ്കിലും എപ്പോഴെങ്കിലൊക്കെ മേക്കപ്പ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സിങ് യൂണിറ്റ്. നീ അവിടുത്തെ ലൈറ്റ് ഇട്ടെ. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോണത് എന്താണെന്നറിയോ, നേരം ഇരുട്ടുന്നതിന് മുമ്പ് എനിക്കിത് മൊത്തം കവർ ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അവർക്കുള്ള ഡ്രസ്സിങ് യൂണിറ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനായിട്ട് അപ്പോൾ ഇത് അവരുടെ, നമ്മൾ ഓൾറെഡി അത് ഡ്രസ്സിങ് ടേബിൾ ആണെങ്കിൽ ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ഒരു ബോക്സ് ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പഴയ റൂമിൽ നിന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ഗൈസ്. സാറില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല വിശാലമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് സ്ഥലം പോലെ അവരുടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഉള്ളിലും നമ്മൾ ഷെൽഫുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വിശാലമായ സ്റ്റോറേജ് ഉള്ള തന്നെ വലിയ ഷെൽഫുകളും കാര്യങ്ങളും എക്സ്ട്രാ ഒരു സ്പേസിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ്റൂമാണ്. വാഷ് ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തൊരു ടൈലാണ്. എന്ത് സാധനം സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ ആക്ച്വലി ബഡ്ജറ്റ് ആദ്യം ഞാൻ നോക്കിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടാണ് ഞാൻ ടൈലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ഒക്കെ കാണുമ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തു. സോ എനിക്ക് ഇതിൽ വന്നിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ ഹൈ സാറ്റിസ്ഫൈഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ, ലക്ഷറിയിലേക്ക് പോയില്ലെങ്കിലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ
വേറൊരു ഗസ്റ്റ് റൂമാണ്. ഇതിപ്പോ തൽക്കാലം അച്ഛൻ ഇവിടെയാണ് കിടക്കുന്നത്. അച്ഛൻ ഒറ്റയ്ക്കുള്ള ഒരു റൂം വേണമെന്ന് പറഞ്ഞിട്ട് ആള് നൈസായിട്ട് ഈ റൂം ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു റൂമാട്ടോ. കാരണം ഇത് ബാക്കിലേക്ക് ആ പാടത്തിന്റെ വ്യൂ ആണ്. ഇതും ഭയങ്കര ഇഷ്ടമുള്ള കാറ്റ്. വിൻഡോ ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞ് വൈകുന്നേരം ഭയങ്കര കാറ്റായിരിക്കും. സോ ഈ ഒരു റൂമും നല്ല രസമാണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ മേക്കപ്പ്, അതായത് ഡ്രസ്സിങ് ടേബിള് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല രസത്തിൽ തന്നെ അവര് മൊത്തം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലൊക്കെ ലൈറ്റ്, LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആൻഡ് ഇതും ഇവിടെയും ഈ പറഞ്ഞ പോലെ കബോർഡ് കേട്ടോ. എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോ ഇവിടെയും ഇതും അറ്റാച്ച്ഡ്, 4 റൂമും അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. അറ്റാച്ച്ഡ് വാഷ്റൂം ആണ്. ഞാൻ ധൃതിക്കാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം ഓൾറെഡി ഇതിന്റെ നല്ല ക്ലാരിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വീഡിയോ നമ്മുടെ വെറൈറ്റി മീഡിയ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലിടും. ഞാനിപ്പോൾ ഓടിപ്പിടിച്ച് എൻ്റെ ഹോം ടൂർ എൻ്റെ ചാനലിൽ വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് വേഗം സെറ്റാക്കുന്നൊരു ഹോം ടൂറാണ് ധൃതിക്ക് ഞാൻ എടുക്കുന്നത്. കാരണം ഇന്ന് ന്യൂ ഇയർ ഒക്കെ അല്ലേ, നമുക്ക് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇത് വേറൊരു ഹൈലൈറ്റ് ആണ് ഗൈസ്. ഈ വീടിന്റെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര രസമാണ്. വൈകുന്നേരങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമ്പലത്തിലെ പാട്ട്, പള്ളിയിലെ ബാങ്ക്, കുറുക്കന്റെ ഓരിയിടല്, അതുപോലെ നല്ല കാറ്റ്, നല്ല വെളിച്ചത്തിൽ ഇരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സിറ്റിംഗ് ഏരിയ ആണിത്. ഫാമിലിക്കൊക്കെ വൈകുന്നേരം ചായ കുടിക്കാനും സംസാരിക്കാനും ഒക്കെ. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ടാണ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത്. അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ, കിച്ചണിന്റെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയും ഈ ഒരു ഏഷ്യയും കൂടെ ഉള്ള ഒരു പാർട്ടീഷൻ പോലെ നമ്മൾ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചപ്പും കാറ്റും വെളിച്ചമൊക്കെ ആകുമ്പോൾ ഈ ഒരു ഏരിയക്ക് ഭയങ്കര വൈബാട്ടോ. ഇവിടെ നമ്മൾ റാന്തല് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. സോ നൈറ്റൊക്കെ ഈ റാന്തലിന്റെ വെളിച്ചം കൂടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. കണ്ട നല്ല കാറ്റുണ്ട്, നല്ല വൈബ് അവിടെ ഇരിക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ ഇത് പേഷ്യന്റെ ബാക്കിലേക്ക് ഒരു ഏരിയ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിന്റെ കന്നിമൂലയാണ്. ഈ കന്നിമൂലയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഒന്നും ഇവിടേക്ക് വേറെ, അപ്പൊ കിച്ചൺ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ചെയ്തതാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പകരം കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല രസമാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ ഈ സ്ഥലത്ത് ഇരിക്കാനായിട്ട് അടിപൊളിയാണ്. അങ്ങനെ അപ്പോൾ അത് കൂടാതെ തന്നെ അതിനോട് ചേർന്ന് നമുക്ക് വൈകുന്നേരം ഈ ഒരു വ്യൂ ആസ്വദിച്ചിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്, ഫാമിലി സിറ്റിംഗ് ഏരിയ. അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ചെടിയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനലാണ്, ലാൻഡ്സ്കേപ്പർ തന്നെ സെറ്റ് ചെയ്ത് തന്ന ചെടികളാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു മാറ്റാണ്. അപ്പൊ ഈ ഒരു ആംബിയൻസിനും ഈ ഒരു വുഡൻ ബെഞ്ചിനൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു മാറ്റ് കിട്ടിയപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടതാ. നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാട്ടോ. ഇത് നമ്മളുടെ ഹൗസ് വാമിങ് വന്നപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചതാ ഈ ഡൈനിങ് ടേബിൾ, ഈ സെറ്റ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ എടപ്പള്ളിയിലുള്ള മയൂരി ഫർണിച്ചറിൽ നിന്നാണ്. നമ്മൾ ഫർണിച്ചറൊക്കെ സെലക്ട് ചെയ്തത് അവിടെ നിന്നാണ്. 8 സീറ്റ്, അതായത് ഫാമിലി അത്യാവശ്യം എല്ലാ മെമ്പേഴ്സും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 8 സീറ്റിന്റെ തന്നെ ഡൈനിങ് ടേബിൾ എടുത്തു. മാർബിൾ വർക്കുള്ള ഡൈനിങ് ടേബിൾ എടുത്തു. അടിയിൽ വുഡൻ വർക്കാണ്. ഇതൊക്കെ നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയതിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് വർക്കിന്റെ ഗ്ലാസ് സെറ്റും ഒരു സംഭവമാണ്. പിന്നെ ഈ ടിഷ്യൂ ബോക്സ് ഇടുന്നതൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ടിഷ്യൂ ബോക്സിന്റെയാണ്. പിന്നെ ഇത് നമ്മൾ ലാൻഡ്സ്കേപ്പർ അവർ തന്നെ സെറ്റ് ചെയ്ത് തന്ന നല്ല ഒറിജിനൽ ഒരു ചെടിയുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ചെടികൾ തന്നെയാണ്. ഇത് ഡമ്മി ബുക്കാണ്, ഇത് ഒറിജിനൽ അല്ല. ഇതിപ്പോ വെറൈറ്റി മീഡിയ അവർ വന്നപ്പോഴും ഒറിജിനൽ ബുക്കാന്ന് പറഞ്ഞിട്ട് തുറന്നപ്പോൾ ബുക്കല്ല കേട്ടോ, ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഡമ്മി ബുക്കാണ്, ജസ്റ്റ് ഒരു ഷോ പീസ്, അത്രയേ ഉള്ളൂ. ഇതിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. ഇപ്പം നമ്മൾ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊട്ടിക്കാത്ത കുറെ, അൺബോക്സ് ചെയ്യാത്ത കുറെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു ആന്റിക് പീസ്, ഇതും ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതും കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. തോക്കുകൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആന്റിക് പീസാണ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് മുകളിലേക്കുള്ള അപ്സ്റ്റെയർ ആണ്. ഇതിന്റെ അടിയിലുള്ള സ്പേസ് ഒന്നും തന്നെ കളഞ്ഞിട്ടില്ല കേട്ടോ. മാക്സിമം എവിടെയൊക്കെ സ്റ്റോറേജ് സെറ്റ് ചെയ്യാമോ അങ്ങനെയൊക്കെ സ്പേസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ ആണ്. ഒരുപാട് ഹെവി വർക്കുകളൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ക്യൂട്ടായിട്ട് ഒരു ഒതുങ്ങിയ ഒരു വാഷ് ബേസിൻ സെറ്റാണ്. ഇവിടെ നമ്മളൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ലിവിംഗ് റൂമിന്റെ ഗസ്റ്റ് റൂമിന്റെ ബാക്കിലെ സൈഡിലും ഇതുപോലെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പീസുകളൊക്കെ വെക്കാം. പക്ഷെ എൻ്റെ ഉള്ള സ്റ്റോക്ക് ഒക്കെ തീർന്നു. ഇനി എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവിടെ വെക്കാവുന്ന കുറച്ച് ഇങ്ങനെ ഷോപ്പീസസ് ഒക്കെ കളക്ട് ചെയ്യണം. ഇത് ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നമ്മുടെ വീടിന്റെ കീ ഒക്കെ ഇടുന്നെങ്കിൽ നല്ലൊരു ക്യൂട്ട് പീസ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ബുദ്ധ ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയതാ. താഴെ ഒരു ബുദ്ധനെ വെച്ചപ്പോ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് നമുക്ക് ഹൗസ് വാമിന് വന്നപ്പോ. അപ്പൊ ബുദ്ധ കണ്ടപ്പോ ഈ ബുദ്ധന്റെ ബാക്കിൽ തന്നെ അത് നമ്മൾ പ്ലേസ് ചെയ്തു. പിന്നെ ഗൈസ് നിങ്ങൾ നേരത്തെ വിട്ടുപോയതാ പറയാനായിട്ട്, ഇവിടെ മീൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് നടുമുറ്റത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹാളിലെ വിശേഷം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം ഗൈസ്, വരൂ. ആ അതിനു മുമ്പ് ഇതും കുറെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഇതും ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന കണ്ടു. ഫാമിലി റൂൾസ് ആണ്. ബി ഹാപ്പി, ഓൾവേസ് ടെൽ മീ ദ ഓൾവേസ് ടെൽ ദ ട്രൂത്ത്, ബി താങ്ക്ഫുൾ, വർക്ക് ഹാർഡ്, ഹെൽപ്പ് അതേഴ്സ്, കീപ് യുവർ പ്രോമിസസ്, യൂസ് നൈസ് വേർഡ്സ്, ക്ലീൻ അപ്പ് ആഫ്റ്റർ യുവർ സെൽഫ്, ഷെയർ, ഓൾവേസ് യൂസ് യുവർ മാനേഴ്സ്, സേ യുവർ പ്രേയേഴ്സ്. ഇത്രയും സംഭവങ്ങൾ നമ്മളൊരു ഫാമിലിയിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഫാമിലി അടിപൊളിയായിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് അത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ തൂക്കിയിട്ടതാണ്. ഇത് കിച്ചണിലേക്ക് വരുവാണെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആട്ടോ. ഇവിടുന്ന് അമ്മ ഒരു ചായ, അമ്മ ഒരു ദോശ, അമ്മ ഒരു ഇഡലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ധൃതിക്കൊക്കെ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോകുന്നുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഡൈനിങ് ടേബിളിന്റെയോ അല്ലെങ്കിൽ പാടത്തെ വ്യൂ കണ്ടിട്ട് അവിടേക്ക് ഇരുന്നിട്ടായിരിക്കും കഴിക്കാൻ പോകുന്നത്. എന്നാലും നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ ഗൈസ്. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഇൻബിൽറ്റ് തന്നെയായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, മൈക്രോവേവ്. പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഇങ്ങനത്തെ കബോർഡ്സ് ആട്ടോ. എല്ലാം നമ്മളൊന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല, ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട്. ഇനിയും ഫില്ല് ചെയ്യാനൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങൾ ഇനിയുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ഡോറുകളാണ്. കർട്ടനൊക്കെ നല്ല രസത്തിലുള്ള കർട്ടൻ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടയും, ഇങ്ങനെ കാണിച്ചാൽ തുറക്കും. ഇതൊക്കെ വൈറ്റിൽ തന്നെ വേണമെന്നെങ്കിൽ നിർബന്ധമായിരുന്നു. കിച്ചൺ ഒരു വൈറ്റ് ഗ്രീൻ ബ്ലാക്ക് കോംബോയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതൊക്കെ ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ആൻഡ് ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഫ്യൂച്ചറിൽ അമ്മയ്ക്ക് ഇങ്ങനെ കടുമാങ്ങ അച്ചാറൊക്കെ ഇടുന്ന പരിപാടികളുണ്ട്. കടുമാങ്ങ അച്ചാറ്, കല്ലുപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഭരണികൾ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ കിച്ചൺ വിശേഷങ്ങൾ. ഇത് ഒരു നല്ല രസത്തിലുള്ള ഒരു അഡ്വാൻസ് വാഷ് ബേസ് എന്ന് പറയാം കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴുകണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഗ്ലാസ് കഴുകണമെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ആൻഡ് ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ, ഇത് നമുക്ക് ഇങ്ങനെ കഴുകണമെങ്കിൽ ഇങ്ങനെ. ഇതൊക്കെ ഓൾറെഡി കുറേ ആൾക്കാർ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴുകണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഇതെനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വേഗം ബുക്ക് ചെയ്തൊരു വാഷ് ബേസിനാണ്. ഇവിടെ നമ്മൾ കിച്ചണിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ, ഈ ഒരു ട്രാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് കിച്ചണിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം. എനിക്ക് വീടിന്റെ വേറൊരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വർക്ക് ഏരിയ. നമ്മൾ നേരത്തെ പേഷ്യൽ ഇരുന്നില്ലേ, അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡ് വർക്ക് ഏരിയ ആണ്. ഇത് നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇഷ്ടം പോലെ വെളിച്ചവും കാറ്റും, സന്ധ്യ ആവണ വരെ നല്ല വെളിച്ചം, നല്ല കാറ്റ്, എല്ലാം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെയാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. കാരണം എന്നാലാണ് ആ കിച്ചൺ കുറച്ച് വൃത്തിക്കിടാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ കലാപരിപാടികളൊക്കെ ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ പുറത്താണ്. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഫോട്ടോഷൂട്ടിന്റെ ഫ്രെയിം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഡോറ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓപ്പണിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ വർക്ക് ഏരിയന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റും. ഇതാണ് വർക്ക് ഏരിയ വിശേഷങ്ങളൊക്കെ കേട്ടോ. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പും, പിന്നെ അമ്മിക്കല്ല് വേണമെന്ന് ഭയങ്കര നിർബന്ധം. ഇപ്പോഴും മിക്സിയിൽ അരക്കേണ്ട ടേസ്റ്റ് കിട്ടൂല, ഒരു അമ്മിക്കല്ല് വേണം എന്നുള്ളത് നിർബന്ധം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പുകയില്ലാത്ത അടുപ്പും ഒരു അമ്മിക്കല്ലും കൂടെ അവിടെ വരണം. സോ ഇത്രയ്ക്കുള്ളൂ വർക്ക് ഏരിയയിലെ വിശേഷങ്ങൾ. ഭയങ്കര വൈബുള്ള സ്ഥലം കേട്ടോ, നല്ല രസമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങളെ കാണിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതാണ്. ഇനി നമുക്ക് അപ്സ്റ്റെയർ പോകാം. അവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇരിക്കുന്നത്. ആൻഡ് അവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയയും കൂടി ഉണ്ട്. സോ നമ്മൾ താഴത്തെ ഫ്ലോറിലെല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ ഇത് വുഡൻ ചെയ്തിരിക്കുന്നത് മഹാഗണിയുടെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. മഹാഗണി വർക്കാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണിയുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഗ്ലാസ് വിത്ത് വുഡൻ ഹാൻഡിൽ വെച്ചിട്ട് സ്റ്റെയർ കേസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പീസാണ്, കൃഷ്ണനും രാധയും, നല്ലൊരു മ്യൂറൽ പെയിന്റിന്റെ. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തു. ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ നമ്മളൊരു എക്സ്ട്രാ ഫാമിലി ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കാരണം താഴെ നമ്മൾ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ലേഡീസ് കുട്ടികൾക്കൊക്കെ ഇരുന്ന് സ്വസ്ഥമായിട്ട് സിനിമ കാണാനൊക്കെ പറ്റായിക വരുമ്പോൾ നമ്മുടെ ക്ലോസ് ഫാമിലിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് സാധനങ്ങളൊക്കെ ചിലവഴിക്കാം.
അതായത് അധികം പരിചയമില്ലാത്തവരെ നമ്മൾ താഴെ ഇരുത്തുവാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇവിടെ നമുക്കിരുന്ന് ടി വി മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പീസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് വർക്കിംഗ് ആട്ടോ, ഇതൊരു ക്ലോക്കാണ്. ഇതിന്റെ അടിയിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ക്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ടീ ടേബിളും കൂടിയാണ്. ഇതൊക്കെ ഭയങ്കര ഒരുപാട് ആൾക്കാർ ഇത് അന്ന് ഫംഗ്ഷൻ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ആൻഡ് ഇവിടെ നമ്മൾ ലൈബ്രറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സംസാരിച്ച് കിതച്ച് സ്പീഡിൽ സംസാരിച്ചിട്ട് ഓക്കെ. അപ്പോൾ ഷോക്കേസിലുള്ള ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ് എൻ്റെ. ഇവിടുത്തെ എനിക്ക് അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കാത്തതുകൊണ്ട് ബുക്കിന്റെ കളക്ഷൻസ് ഒക്കെ വളരെ ചുരുക്കമാണ്. ഇനി ബുക്കുകളൊക്കെ ഫ്യൂച്ചറിലെ പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അടുക്കി വെച്ചതൊരു ലൈബ്രറി യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സോണീൻ്റെ ഒരു 55-ന്റെ ഒരു ടി വി വിത്ത് സോണീൻ്റെ തന്നെ സ്പീക്കറും സബും. പിന്നെ ഇതും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതായിട്ട്. ഇത് ഉച്ചയ്ക്ക് വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ക്രിസ്റ്റൽ പീസിന്റെ വെളിച്ചം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് നമ്മൾ LED വർക്കിന്റെ പോലത്തെ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടും. ഇതും കുറെ ആൾക്കാർക്ക് അന്ന് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടതാണ്. ഇതും അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതും ഈ ഒരു ലൈറ്റും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ആക്ച്വലി ഇത് നമ്മുടെ ആർക്കിടെക്ട്സ് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് തന്നപ്പോൾ ആ ഡിസൈനിൽ ഉണ്ടായിരുന്ന ലൈറ്റ് തന്നെയാണ്. ഭാഗ്യത്തിന് ഇത് ഞാൻ ദുബായിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് എക്സാക്ട് ഈ സാധനം തന്നെ അവിടെ നിന്ന് കിട്ടി. സോ അതും എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് ഈ കളറ് നിങ്ങൾ ശ്രദ്ധിച്ചോ, താഴെ കിച്ചന്റെ കളറും ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഈ ഒരു ഗ്രീനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. അതുപോലെ തന്നെ ചെയറും ഗ്രീനിന്റെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സ്ട്രാ 2 ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ലോഞ്ച്. ആക്ച്വലി ഇവിടെ എനിക്ക് ഒരു മിനി ബാറൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി, കസിൻസ്, റിലേറ്റീവ്സ് എല്ലാവരും കൂടെ നമ്മൾ വീട്ടിൽ ഒത്തുകൂടുമല്ലോ. അങ്ങനെ കൂടുന്ന സമയത്ത് ചെറുതായിട്ട് 2 ചിയേഴ്സ് ഒക്കെ അടിച്ച് നല്ല വൈബ്, മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല കാറ്റ് മഴയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് 2 അടിക്കാന്ന് വിചാരിച്ചിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മിനി ലോഞ്ചാണ്. ഇവിടെ ബാക്കി സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ മുകളിൽ നമ്മൾ പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ടാണ് മുകളിൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലൈറ്റൊക്കെ നമ്മൾ എറണാകുളത്ത് പോയിട്ടാണ് ഇവിടെ കുറെ ഷോ ലൈറ്റുകളൊക്കെ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടി വന്നു. ബാക്കി ലൈറ്റുകളെല്ലാം തന്നെ ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. എന്നാലും ഇങ്ങനത്തെ കുറച്ച് ലൈറ്റുകളൊക്കെ നമ്മൾക്ക് ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോൾ എറണാകുളത്ത് തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വന്നു. ഇവിടെ നിന്ന് നല്ല വ്യൂ ആട്ടോ, ഫുൾ പാടം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാം. കാറ്റും വെളിച്ചമൊക്കെ ആവശ്യത്തിൽ കൂടുതലുള്ളൊരു സ്ഥലമാണ്. നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ ഇരിക്കാനായിട്ട്. ഇതിന്റെ ടൈലും ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഫിക്സ് ചെയ്തൊരു ടൈലാണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്. ഇത് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി, ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഗസ്റ്റിന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ റൂമാണ്. ഇവിടെയും നമ്മളിങ്ങനെ ഡ്രസ്സിങ് യൂണിറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഷെൽഫുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴേക്ക് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ താഴെയാണ് കന്നിമൂല. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കന്നിമൂല സ്ഥാനത്താണ് വീടിന്റെ ഓണർ താമസിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വേറെ റൂമാണ് എടുത്തത്. ഇത് ഗസ്റ്റിന് സെറ്റ് ചെയ്ത റൂം ആയിപ്പോയി. ഇതിന്റെ താഴെയാണ് ആക്ച്വലി കന്നിമൂല ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ റൂം കാണുമ്പോൾ എല്ലാവരും പറയും അയ്യോ ഇത് മതിയായിരുന്നു ശ്രുതിക്ക് മാസ്റ്റർ റൂമായിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ നമ്മൾ ലെങ്തി ആയിട്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. എൻ്റെ റൂമിൽ ബാൽക്കണിക്ക് ഇത്രയും സ്പേസ് ഇല്ല. സോ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ശാന്തി സമാധാനം കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. അങ്ങനെ ഈ വീടിന്റെ എനിക്ക് തോന്നുന്നു, ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞപ്പോൾ ഓരോ ഏരിയയും ഞാൻ ഭയങ്കര ഫേവറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. 1, 2 ഒന്നും അല്ല. ഇതിന് ഒരുപാട് കോർണറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ബാൽക്കണി. സോ ഈ റൂം നല്ല രസത്തിലുള്ള ഒരു റൂമാട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. ഈ വാഷ്റൂമും നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ടൈല്. അപ്പൊ 2 വാഷ്റൂമും ഗ്രീനും 2 വാഷ്റൂമും നമ്മൾ ആഷ് കളറിലെ ടൈല് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനിയാണ് ഗൈസ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ താഴെ ബുദ്ധന്റെ അവിടേക്ക് മഴ പെയ്യുന്നുണ്ട്. അതായത് മഴ പെയ്യുമ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ ഓപ്പണാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ അത് മഴയെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഒഴുകി നേരെ നടുമുറ്റത്തേക്ക് വീഴുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇപ്പൊ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം, അതായത് ഭയങ്കര ഫോഴ്സിൽ മഴ പെയ്യുമ്പോൾ അത് താഴെ എത്രത്തോളം എഫക്റ്റ് ആവുന്നുള്ളത് അറിയില്ല. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പരീക്ഷിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല. സോ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഉം, വരും. വെൽക്കം ടു SRT മാസ്റ്റർ ബെഡ്റൂം ഗൈസ്. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇവിടെ നമ്മൾ ഇത് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഷോ പീസുകളാണ്. ആൻഡ് ഇതിപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, പകുതി ആക്കിയിട്ടുള്ളൂ. വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മളിങ്ങനെ കബോർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഒരുപാട് ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. എൻ്റെ ഡ്രസ്സൊന്നും ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇവിടെ നമ്മൾ കുറച്ച് ഷോക്കേസ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ ഇതാണ് എൻ്റെ പണി സാധനങ്ങളൊക്കെ കേട്ടോ. ഇതില്ലാതെ നമ്മൾ എന്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഏറ്റവും മെയിൻ പണി സാധനമാണ് ഈ ഒരു റിംഗ് ലൈറ്റ്. അതുപോലെ തന്നെ ഈ ലൈറ്റുകളൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ ദുബായിലെ പ്ലഗ് അങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അത് വെക്കണമെങ്കിൽ എക്സ്ട്രാ ഒരു സംഭവമൊക്കെ വേണം, അഡാപ്റ്റർ വേണം. അപ്പൊ അതില്ലാത്തതുകൊണ്ട് കത്തിച്ചിട്ടില്ല, ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. ആൻഡ് ഇത് ഞാൻ അവിടുത്തെ എൻ്റെ ഫ്ലാറ്റിലും ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനത്തെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തിലത്തെ വ്യൂ കാണുന്ന രീതിയിലാണ് ഗ്ലാസ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ഗ്ലാസ് ആട്ടോ ഇവിടെ. ആൻഡ് ഇവിടെയും ഇതുപോലെ കുറച്ച് യുണീക്ക് ഐറ്റംസ് ഉണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട്. പിന്നെ ഒന്നും കാണരുത്, കേൾക്കരുത്, മിണ്ടരുത് എന്ന് പറയുന്ന ഒരു സംഭവം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ ഇത് ഞാൻ അവിടെ മെയിൻ ആയിട്ട് എൻ്റെ ദുബായിലുള്ളപ്പോൾ ഞാൻ ലൈവ് സ്ട്രീമിങ് ചെയ്യുന്ന ചെയറാണ് സോഫ. അത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിയായിരുന്നു. അവിടെ വേറൊരു ചെയർ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഇത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ ഇനി ഇവിടെ നിന്നിട്ട് ഞാൻ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഈ ചെയറിൽ ഇരുന്നിട്ടായിരിക്കും ഗെയിം കളിക്കുക. നോട്ട് ദ പോയിന്റ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന കമന്റ് ഇടുന്നതും എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശ്രുതി തമ്പി എങ്ങനെ വീടുണ്ടാക്കി. ശ്രുതി തമ്പി വീടുണ്ടാക്കിയതിന്റെ മെയിൻ ഒരു റീസൺ ആണ് ഈ ഒരു ചെയർ. അതായത് ടിക്ടോക്കില് ഗെയിം കളിക്കാൻ പറ്റും. ലൈവ് സ്ട്രീമിങ്ങും ഗെയിംസും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഞാൻ കുറേ ഇന്റർവ്യൂസിലൊക്കെ ഓൾറെഡി വന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മെയിൻ ഏണിംഗ് പ്ലാറ്റ്ഫോം തന്നെ ടിക്ടോക്ക് ആണ് എന്നുള്ളത്. പക്ഷെ ആളുകൾക്ക് അത് കേൾക്കണം, ആളുകൾക്ക് അത് വേറെ എന്തൊക്കെയോ രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് പറയാനാണ് ആളുകളുടെ ഇഷ്ടം. അവരവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ കമന്റ് ഇടുന്നു, കുറെ ആളുകൾ അത് ഏറ്റുപിടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്നെ മോശം സാഹചര്യത്തിൽ എവിടെയെങ്കിലും കാണുകയോ സംസാരിക്കുകയോ എൻ്റെ ഭാഗത്ത് അങ്ങനത്തെ എന്തെങ്കിലും മെസ്സേജുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് ഉത്തരവില്ല. അപ്പോൾ ഈ ഒരു ചെയറാണ് എൻ്റെ ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലിരുന്നിട്ടാണ് നമ്മൾ ടിക്ടോക്കിന്റെ ഗെയിമും പരിപാടികളൊക്കെ നടത്തുക. എൻ്റെ ജോലി വേണമെങ്കിൽ അത് തന്നെയാണെന്ന് പറയാം. മെയിൻ ആയിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് അതിനിടയിൽ കുറേ ന്യൂസുകൾ കണ്ടു. 4 വർഷത്തെ പ്രവാസ ജീവിതം. ആക്ച്വലി ഞാൻ പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. ഇതിൽ 4 വർഷം കൊണ്ടാണ് ഞാൻ ഗെയിമിൽ വന്നത്. പക്ഷെ ഞാൻ അതിനും 4 വർഷം മുമ്പേ ഞാൻ ഗൾഫിലുള്ള ആളാണ്. അവിടെ ഞാൻ ജോബ് ചെയ്തിട്ടാണ് ആദ്യം വരുന്നത്. പിന്നീട് എനിക്ക് ഡാൻസ് സ്റ്റുഡിയോ ഒക്കെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ ഡാൻസ് സ്റ്റുഡിയോ ക്ലോസ് ചെയ്തു. കാരണം അവിടുത്തെ റെന്റ് എനിക്ക് താങ്ങാൻ പറ്റാതായപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഗെയിമും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഗെയിംസ് ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങി. സോ ഇങ്ങനെയാണ് ഞാൻ ഏൺ ചെയ്യുന്നത്. അത് ഞാൻ പല ഇന്റർവ്യൂവിലും ആളുകളോട് പറഞ്ഞിട്ടും ആളുകൾ അത് മനഃപൂർവ്വം അത് ചിന്തിക്കാത്തതാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റും ഇതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുൾ വൈറ്റ് കോംബോ. അങ്ങനെ ഇങ്ങനെ ഡിസൈനുള്ള പില്ലോ കവറൊക്കെ നമുക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീട്ടിലേക്ക് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ലൈറ്റ്സ് ആണ്. പിന്നെ ഇത് നമ്മുടെ മഞ്ഞപ്പെട്ടി. എപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കാണുന്ന അതേ മഞ്ഞപ്പെട്ടി തന്നെയാണ് ഇവിടേക്കും കൊണ്ടുവന്നിരുന്നത് കേട്ടോ. പിന്നെ ഈ റൂമിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ബാൽക്കണി ഉണ്ട്. ചെറുതാണെങ്കിൽ കൂടെ ആക്ച്വലി ഇത് മൊത്തം ബാൽക്കണി ആയിരുന്നു. നമ്മൾ കൺസ്ട്രക്ഷന്റെ ഡിസൈൻ ചെയ്തപ്പോൾ ഇത് മൊത്തം ബാൽക്കണി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും വലിയ ബാൽക്കണി വേണ്ട, കാരണം നമ്മൾ എപ്പോഴും ബാൽക്കണി അങ്ങനെ യൂസ് ചെയ്യില്ല. പകരം ഈ ഒരു സ്പേസ് നമ്മൾ റൂമിലേക്ക് എടുത്തിട്ട് അപ്പൊ ഇത്രയും സ്പേസ് എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ ചെറിയൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണ് കേട്ടോ. കാരണം എൻ്റെ വീടിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ട് അവിടെ നമ്മൾ ഒരു വലിയൊരു മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് ബൊഗൈൻ വില്ല. ബൊഗൈൻ വില്ല എന്നാണ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഞാൻ ഇട്ടേക്കുന്ന പേരിട്ട്. ആരോടും ചോദിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ബോർഡ് ഡിസൈൻ ചെയ്തിട്ട് അവിടെ ബൊഗൈൻ വില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ബൊഗൈൻ വില്ലയിലേക്ക് ആര് കടന്നു വന്നാലും ഇവിടെ നിന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പതിക്കാത്ത ഒരാൾക്കും ഈ കോമ്പൗണ്ടിലേക്ക് കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കോർണറാണ് ഇത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടേജ് മൊത്തം കാണാൻ പറ്റും. അത് നമ്മുടെ സെലേരിയ കിടക്കുന്നു. അങ്ങനെ അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞി ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അപ്സ്റ്റെയർ ആണുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ ഗസ്റ്റിനൊക്കെ ഒരു കോമൺ വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്.
ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഫംഗ്ഷനൊക്കെ നമ്മൾ വരുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് താഴെ കൈ വാഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുകൂടെ തന്നെ അതിനോട് ചേർന്നിട്ടൊരു കോമൺ വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബെഡ്റൂം ആർക്കെങ്കിലും ഇങ്ങനെ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ബെഡ്റൂമുകളിലേക്ക് കയറണ്ടല്ലോ, കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലതെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മളൊരു കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തു. ഇത് നമ്മുടെ ഏറ്റവും ടോപ്പിലേക്ക് കയറുന്ന സ്റ്റെപ്പാട്ടോ. ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇനിയിപ്പോൾ സോളാർ വെക്കണം. സോളാർ വെച്ചിട്ടില്ല, അത് പെൻഡിങ് ആണ്. ഇത് ഞാൻ ഇവിടുന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വെളിച്ചം, ഭയങ്കര കാറ്റ്, വ്യൂ, നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ സോളാർ സെറ്റ് ചെയ്ത് ഇത്രയും സ്പേസ് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ. ആക്ച്വലി എനിക്കിവിടെ ഒരു എന്താ പറയുക, റൂഫിംഗ് ഒന്നും സെറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ഫ്യൂച്ചറിൽ പിന്നീട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് ഇങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ആൻഡ് ഈവനിങ് നമുക്ക് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഫുള്ള് ഈ ഒരു കമ്മ്യൂണിറ്റി ഫുൾ, ഈ കോമ്പൗണ്ട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലം. ഇതാണ് നമ്മുടെ നാലുകെട്ടില്ല നടുമുറ്റത്തിന്റെ സെറ്റപ്പ് കേട്ടോ. ഇവിടെ നമ്മൾ ഓപ്പണാ കൊടുത്തിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ നേരെ താഴേക്ക് പോകും. ഇവിടെ നമ്മുടെ മാതാശ്രീ കുറച്ച് മുളക് ഉണക്കാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. നല്ല വെയിൽ കിട്ടുമല്ലോ. ഇതിന്റെ മുകളിലാണ് നമ്മൾ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇനിയൊരു സ്ഥലം കൂടി ഉണ്ട്. ഞാൻ അവശ്യമായിട്ടോ ഞാൻ ക്ഷീണിച്ചു. കറങ്ങി നടന്ന് സംസാരിച്ച് എനിക്ക് ക്ഷീണം വന്നു ഗൈസ്, ഞാൻ ക്ഷീണിച്ചു. ഇനി നമ്മുടെ ഫ്രണ്ടിലെ മെയിൻ ബാൽക്കണിയാണ്. എങ്ങനെ ഏത് സൈഡിൽ നിന്നാലും നമുക്ക് അവിടെ നിന്ന് ആരും അന്നേരം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കോർണറല്ലേ നമ്മുടെ വീട്. ഇവിടെ നമ്മൾ ആട്ടുകട്ടിൽ വാങ്ങാൻ പോയ അന്ന് പർച്ചേസ് ചെയ്തൊരു എന്താ ഇതിനെ പറയാടാ, കൊട്ട ഊഞ്ഞാൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബുക്കൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അടിപൊളി. ഇവിടെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയായിരുന്നു. പക്ഷെ അന്ന് പ്രോഗ്രാമിന്റെ ഇടയിലായതുകൊണ്ട് അതിന്റെ ലൈറ്റ് ഒക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ച് കുഴങ്ങി, ഭയങ്കര ക്ഷീണം, എനിക്ക് കിതപ്പ് വരുന്നത്. കാരണം ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചിട്ട് ഞാൻ ക്ഷീണിച്ചു. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ. ഇവിടെ തീരുവാണ്. എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ബാഡ് കമന്റ്സ് അല്ലേ? എത്ര ബാഡ് കമന്റ്സ് ആണ്. നിങ്ങളൊരു കാര്യം, ബാഡ് കമന്റ്സ് ഇടുന്നവർ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങളുടെ ഒരാളെ രക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങൾ തീർക്കുന്നത് കമന്റ് ഇട്ടിട്ടാണെങ്കിൽ അത് ആ ഒരാളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ കാണുന്നല്ലേ കമന്റ് ബോക്സ്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത്? ഐ മീൻ, നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും വർഷമായില്ലേ ഞാൻ ദുബായിലുള്ള, എന്തെങ്കിലും എവിഡൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയോ നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും കൂടെ ഞാൻ മോശമായിട്ട് പോയിട്ടുണ്ടോ? സോ എന്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ബാഡ് കമന്റ്സ് ഒക്കെ ഇങ്ങനെ നിറച്ചിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ ഇതുവരെ ഒരാളുടെ ലൈഫിൽ കയറി അങ്ങനെ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന അവസ്ഥ ഒന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അച്ഛനും അമ്മയും ചേച്ചി ചേട്ടനും അവരുടെ 3 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അച്ഛൻ യൂണിയൻ ബാങ്കിലായിരുന്നു, റിട്ടയർഡ് ആയി. പിന്നെ കുറച്ച് ഷോപ്പൊക്കെ ഇട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ആള് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തിട്ടിരിക്കുവാണ്. ആൻഡ് അമ്മ സ്റ്റിൽ യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചി സ്കൂളിലെ ടീച്ചറാണ്. ചേട്ടൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആണ്. കുട്ടികൾ പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. നിങ്ങൾ ഈ ഫാമിലിയിൽ എനിക്ക് കുഞ്ഞുനാളിലേ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെ വേറൊരു പണി ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിനെ പോറ്റേണ്ട ഗതികേടൊന്നും എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഞാൻ +2 എയർ ഹോസ്റ്റസ് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചു. മഹാരാജാസിൽ PG എടുത്തു. അതിനുശേഷമൊക്കെ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് സൈഡായിട്ട് ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് എൻ്റെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു മകളായിട്ട് വളർന്ന ഒരാളാണ്. സ്വന്തമായിട്ട് ഏൺ ചെയ്ത് സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കി അങ്ങനെ വളർന്നു വന്നൊരു പെൺകുട്ടിയാണ് ഞാൻ.
അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോഴും ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്യും. എൻ്റെ ഒരു ചെലവ് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എടുക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ തന്നെ അറിയായിരിക്കും. ഈവൻ ഫുഡ് കഴിക്കാൻ പോയാലൊക്കെ എനിക്ക് ബില്ല് കൊടുക്കാനാണ് ഇഷ്ടം. അതിപ്പോ അവരുടെ കൂടെ കഴിച്ചാലും അവിടെ എൻ്റെ കൂടെ കഴിച്ചാലും എനിക്ക് ബില്ല് അല്ലാതെ വേറൊരാൾ ബില്ല് പേ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വൃത്തികെട്ട ക്യാരക്ടറൊന്നും എനിക്കില്ല. സോ എനിക്ക് അങ്ങനെ അതിന് പോലും എന്ത് കാര്യത്തിനാണ് എനിക്ക് വേറൊരാളെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് ഇത്രയും വർഷമായിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യം. സോ ഒന്നും അറിയാതെ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ ബാഡ് കമന്റ് ഒക്കെ ഇടുമ്പോൾ അത് അവരുടെയൊക്കെ ലൈഫിൽ അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ അവരെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്രമാത്രം തെളിവുകൾ വേണം. എന്തെങ്കിലും ആ രീതിയിൽ പരക്കെ ഇങ്ങനെ ഓടി നടന്നിട്ട് ആ രീതിയിലൊക്കെ ജീവിക്കുന്നതാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ ഒന്നും നിങ്ങൾ കേൾക്കാതെ ഇതിപ്പോ ഒരാൾ കമന്റ് ഇട്ട് നമ്മൾ അവരോട് ചോദിച്ചാൽ പറയും ഞാൻ ഇങ്ങനെ കേട്ടു, ആ ആള് വേറൊരാളുടെ പേര് അവരോട് ഞാനും ഇങ്ങനെ കേട്ടു, ഇങ്ങനെ പറയുള്ളൂ. അത് ആരെ എന്ത് എപ്പോ എന്ത് ബേസിലാണ് പറയുന്നതെന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല. സോ കമന്റ് ഇട്ട് കളിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഞാനൊക്കെ ഒരാളുടെയും വീഡിയോന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ബാഡ് കമന്റ് ഒന്നും ഇടാറില്ല. കാരണം എനിക്കതിന് സമയം തികയാറില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു പണിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരാൾ വീഡിയോ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോഴേക്കും പോയിട്ട് ബാഡ് കമന്റ്സ് ഇടാനുള്ള ഫ്രസ്ട്രേഷൻ ഒക്കെ തീർക്കുന്നത്. നിങ്ങൾക്ക് ഒരു പണിയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങും എത്താൻ പറ്റാത്തതിന്റെ നിങ്ങളുടെ ആ ഒരു ഇറിറ്റേഷനൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനെ കമന്റ് ഇട്ട് തീർക്കുന്നതെന്ന് തോന്നാറുണ്ട്. എനിവേസ് ഞാൻ ഒരുപാട് സംസാരിച്ചു, കുഴങ്ങി, ക്ഷീണിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് എൻ്റെ ഹോം ടൂർ, എൻ്റെ ഡ്രീം ഹൗസ്. ഞാൻ എൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ട് സ്വപ്നം കാണുന്ന അതിൻ്റെ പുറകെ ഒരുപാട് മെന്റലി എല്ലാം സ്ട്രെസ് ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണുള്ളത്. ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലാണുള്ളത്, സന്തോഷത്തിലാണുള്ളത്. അങ്ങനെ അപ്പോൾ ദൈവത്തിന് നന്ദി, എൻ്റെ പാരൻസിന് നന്ദി. ഞാൻ ഒരുപാട് തളർന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന നല്ല സുഹൃത്തുക്കൾക്ക്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ജെന്യുവനായിട്ട് നിന്ന നല്ല സുഹൃത്തുക്കൾക്ക് താങ്ക് യു എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഈ ഹോം ടൂർ വ്ലോഗ് ഇവിടെ അവസാനിക്കുവാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചിൽ ദെൻ ബൈ ഗൈസ്, ടേക്ക് കെയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.